What is a homologous series? Find the difference in molecular mass between the consecutive members of a homologous series. State how in a homologous series of carbon compounds of the following properties vary will increase in molecular mass. Melting and boiling points, chemical properties. ഹോമോലോഗസ് സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഹോമോലോഗസ് സീരീസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കാണില്ല. ഹോമോലോഗസ് സീരീസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ആൽക്കൈൻ്റെ സീരീസ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ആൽക്കൈൻ മെമ്പർ CH4, സെക്കൻഡ് മെമ്പർ എന്താവും C2H6, ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല CnH2n+2, തേർഡ് മെമ്പർ C3H8. ഇതിൽ ആദ്യത്തെ മെമ്പറും രണ്ടാമത്തെ മെമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ഇൻ കാർബൺ ആറ്റം എന്താണ്? ആദ്യത്തിൽ ഒരു കാർബൺ ആറ്റമായിരുന്നു, രണ്ടാമത്തേൽ 2 കാർബൺ ആറ്റമായി. അപ്പോൾ അതിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ആറ്റത്തിൻ്റെ ഡിഫറൻസ്. ഇനി ഹൈഡ്രജൻ ആറ്റത്തിലേക്കുള്ള ഡിഫറൻസ് നോക്കാം. ഹൈഡ്രജൻ ആറ്റം ആദ്യത്തേതിൽ 4 ആയിരുന്നു, രണ്ടാമത്തേതിൽ 6 ആയി. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം 2, ഒരു CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബൺ ആറ്റം തമ്മിൽ ഇതേപോലെ തന്നെ ഒരു കാർബൺ ആറ്റത്തിൻ്റെ വ്യത്യാസമുണ്ട്. അതേപോലെ ഹൈഡ്രജൻ ആറ്റത്തിലും ഒരു CH2 ഗ്രൂപ്പ്, ഹൈഡ്രജൻ ആറ്റത്തിലെ H2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസിൽ ഓരോ മെമ്പേഴ്സും തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. ഇത്തരത്തിൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസമുള്ള ഹൈഡ്രോ കാർബൺ സീരീസിനെയാണ് ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു കാർബണിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. ഒരു ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. CH2ൽ എങ്ങനെയാണ്? CH2ൽ ഒരു കാർബണും ഉണ്ട്, 2 ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ 1 വീതം 2 ഹൈഡ്രജൻ, അപ്പോൾ 2 14 ആറ്റോമിക് മാസ് യൂണിറ്റ് ആണ് വ്യത്യാസപ്പെടുന്നത്. അതായത് ഒരു സീരീസിൽ ഓരോ മെമ്പേഴ്സും തമ്മിൽ 14 ആണ്, 14 ആറ്റോമിക് മാസ് യൂണിറ്റിലാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതേപോലെ ഈ മോളിക്കുലർ മാസസിൽ ഇതേപോലെ 14 ഡിഫറൻസസ് വരുമ്പോൾ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസസ്. Along the series, melting and boiling point increases because there is a change in its molecular mass. There is an increase in its molecular mass by 14U. അതുകൊണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസായ മെൽറ്റിങ്ങും ബോയിലിംഗ് പോയിൻറ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഇത് റിമെയിൻസ് സെയിം. എന്തുകൊണ്ടാണ്? കാരണം ഇതിലെല്ലാ മെമ്പേഴ്സും ആൽക്കൈൻ തന്നെയാണ്. അപ്പോൾ ഏത് സീരീസ് എടുത്തു കഴിഞ്ഞാലും അവരുടെ ഫാമിലി സെയിം തന്നെയായിരിക്കും. അതുകൊണ്ട് ആ ഫാമിലി കാണിക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസും എല്ലാ മെമ്പേഴ്സും കാണിക്കും. അതുകൊണ്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് റിമെയിൻ സെയിം വൈൽ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് ഡിഫേഴ്സ്.